നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങൾ എല്ലാം കൊണ്ടും തികഞ്ഞ സാമൂഹിക സേവനം ചെയ്യുന്നത് വേൾഡ് മലയാളി കൗൺസിലിനറിയാം. ലോകത്തിലുള്ള എല്ലാ മലയാളികളെയും ഒരുമിച്ച് മലയാളികളുടെ ഉന്നമനമാണ് നമുക്ക് ഈ പ്രോഗ്രാം കൂടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന്റെ വേൾഡ് മലയാളി കൗൺസിലിന്റെ ട്രിവാൻഡ്രം ചാപ്റ്ററിന്റെ പ്രസിഡന്റും എന്ന ഗ്ലോബൽ സെക്രട്ടറിയുമായ വിജയേന്ദ്ര സാറാണ് അധ്യക്ഷം വഹിക്കുന്നത്. അധ്യക്ഷൻ നിങ്ങൾക്ക് അറിയാം, അദ്ദേഹം യൂറോപ്പിൽ ഉന്നത പഠനം സാമൂഹ്യ സേവനത്തിന് ഉന്നത പഠനം നടത്തി ഉന്നത സ്ഥാനം വഹിക്കുകയും അതിനോട് തന്നെ ഗവൺമെന്റിൽ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ അംഗൻവാടി പ്രവർത്തനങ്ങള് NRHM പ്രോഗ്രാം ഇങ്ങനെയുള്ള പ്രോഗ്രാമിന്റെ ശില്പിയും നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നിരവധി പ്രോഗ്രാംസ് എഴുതുന്ന ഒന്നുപടി കൂട ഇങ്ങനെയുള്ള സംരംഭങ്ങൾ അദ്ദേഹം തന്നെ കണ്ടെത്തുകയും ഇവിടെയുള്ള ആൾക്കാർക്കുള്ള ആവശ്യകതമായ സാധ്യതകൾ കണ്ടെത്തുകയും അതിലൂടെ നൽകുകയും ചെയ്തൊരു മെഗാ പ്രോഗ്രാം നമ്മൾ നേരത്തെ കളികൾ ആടിപ്പുറത്തിൽ വെച്ച് ചെയ്തിരുന്നു. ഇതിനെല്ലാത്തിനും വരുന്നത് പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹം വേൾഡ് മലയാളി കൗൺസിലിന്റെ ഭാഗമാണെങ്കിൽ പോലും നമ്മുടെ പത്തനംതിട്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സത്രം വനിതയുടെ പാറ്റേണാണ് അദ്ദേഹമാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമും അദ്ദേഹമാണ് ഗൈഡ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങളുടെ എല്ലാ പ്രിയങ്കരനും കളിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ പന്ത ശ്രീകുമാറാണ്. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ തന്നെ വിഭിന്നമായ പദ്ധതികൾ ഈ ഇന്ത്യൻ ഏരിയയിൽ തികച്ചും ഗ്രാമീണ ഏരിയയിൽ നടപ്പിലാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ശ്രദ്ധ എല്ലാം ഉൾപ്പെടെ ലോകത്തിന്റെ ശ്രദ്ധ വെച്ചതും പാഡ് ഫ്രീ സാനിറ്ററി പാഡ് ഫ്രീ മെൻസ്ട്രുവൽ കപ്പ് വിതരണം, പിന്നെ നിരവധി വയോജന പ്രോഗ്രാം. അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിരാലംബരും വയോജനങ്ങളും സ്ത്രീ സൗഹൃദവുമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക അഭ്യർത്ഥന പ്രകാരമാണ് നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രിയങ്കരനായ അദ്ദേഹമാണ് ഇങ്ങനെ ഇതിന് കമ്പ്യൂട്ടർ സ്പോൺസർ ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ പന്ത ശ്രീകുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സ്വാഗതം ചെയ്തിരുന്നത് നമ്മുടെ മഹൽ വ്യക്തിത്വവും വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ പ്രതിനിധിയും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഗ്ലോബൽ കോൺഫറൻസ് തായ്ലാൻഡിൽ വെച്ച് നടക്കുന്നു. അതിന്റെ ചെയർമാനും അതിന്റെ അണ്ണാം ഗ്രൂപ്പിന്റെ ബിസിനസിന്റെ എല്ലാമായ സാരഥിയും MD-യും ബാക്കി നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇതിൽ പങ്കാളിയാകുന്നതും നമുക്ക് തന്നെ ഇവിടെ കളിക്കാട് പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഇവിടുത്തെ പാലിയേറ്റീവ് കെയർ പേഷ്യന്റിന് ഓണക്കോടി വിതരണം നടത്തിയിരുന്നു. അദ്ദേഹം സ്പോൺസർ ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മുടെ കളിക്കാട് പഞ്ചായത്തിനോട് ഇവിടെയുള്ള നിങ്ങളോട് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇന്ന് ഈ 5 കമ്പ്യൂട്ടറുകളോടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇതും തികച്ചും അടുത്തും നമ്മുടെ ഇതിനെ കുറിച്ച് വിപുലീകരിച്ച് കൊണ്ടുപോകുന്നതിനും ഇതിന്റെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിനും അദ്ദേഹം ഓതറൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ചെയ്യുന്നത്. തീർച്ചയായും സാറിന്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ബാധ്യതയായിരിക്കും. അത് ഇവിടെ പറഞ്ഞുകൊണ്ട് സാറിനെ അണ്ണാത്ത് സുരേന്ദ്രനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിന്റെ വൈസ് ചെയർമാൻ നമ്മുടെ തങ്കമണി ദിവാകരൻ, അവർക്കും അറിയാം നമ്മുടെ വനിതകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നതും വനിതകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും നമ്മുടെ തന്നെ വേൾഡ് മലയാളി കൗൺസിലിൽ വനിതകളുടെ ഒരു ശബ്ദമായി നിലനിർത്തുന്ന ശ്രീമതി തങ്കമണി ദിവാകരനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ വേൾഡ് മലയാളി കൗൺസിലിന്റെ സനിമോൾ ഇതുപോലെ തന്നെ നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിനും അതുപോലെ ട്രിവാൻഡ്രം ചാപ്റ്ററിന്റെയും പ്രതിനിധിയാണ്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ എല്ലാ ഫംഗ്ഷനും 2-3 ഫംഗ്ഷനുടെ ഇതുപോലുള്ള ഫംഗ്ഷനുകൾ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേക താല്പര്യം ഇങ്ങനെയുള്ള നമ്മുടെ സാമൂഹ്യ സേവനത്തിന് പ്രത്യേക താല്പര്യം കാണിക്കുന്ന
ഒരു ഫാമിലിയായിട്ട് എൻ്റെ വന്നിട്ടുണ്ട് രണ്ടുപേരും. അതുപോലെ അവര് പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത നമ്മുടെ വൈസ് പ്രസിഡന്റ് ബിന്ദു വി രാജേഷിനെ ഞാൻ നമുക്കറിയാലോ. നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വേൾഡ് മലയാളി കൗൺസിലിന്റെ എല്ലാ പ്രോഗ്രാമിനും നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുകയും എല്ലാവരെയും സംഘടിപ്പിക്കുകയും അതെ ഒരു സംഘാടനയും കാര്യങ്ങളുടെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകുന്ന ബിന്ദു രാജേഷിനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ അനില മെമ്പറിനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത ബിനു നമ്മുടെ പഞ്ചായത്ത് മെമ്പറാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ കാര്യങ്ങളിൽ വളരെ സശ്രദ്ധം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന ശ്രീമതി ചന്ദ്രിക ഞാൻ എന്തുകൊണ്ട് അവസാനമാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ വരെ ഒരു സൊസൈറ്റി ട്രൈബൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായിട്ട് നിൽക്കുകയായിരുന്നു. കാര്യമായിട്ട് വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ എല്ലാ വരുന്ന മീറ്റിങ്ങുകളിലും എപ്പോഴും പറയുമായിരുന്നു, സാറേ ഞാൻ ഇതുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സെന്റർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഡെവലപ്മെന്റ് ചെയ്തു കൊള്ളാം എന്ന് ഉറച്ച് പറയുകയും ആ റെസ്പോൺസിബിലിറ്റി ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് ഫ്രീ ആയി തരുമ്പോൾ ഉള്ളൊരു പ്രോഗ്രാം അല്ല ഇത് ഒരിക്കലും ഫ്രീ ആയിട്ട് തരുന്നതല്ല. മനസ്സിലായോ? ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ചില ഉത്തരവാദിത്തോടുകൂടെ മാത്രം തരുന്ന ഒരു ഇതാണ്. ഇതിന്റെ പുറകിൽ ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാൻ ഒരാളുണ്ടാകും, ഓരോ സ്റ്റേജിൽ എന്താണ് ചെയ്യുന്നതെന്നുണ്ടാകും, നിങ്ങൾ എത്ര പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, ആർക്കൊക്കെ കൊടുക്കുന്നു, ഇങ്ങനെയുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ളൊരു സ്ഥാപനമാണ്. ആ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കാം എന്ന് നിർത്താൻ പറയുകയും അവരുടെ ഇതിനു വേണ്ടി റെസ്പോൺസിബിലിറ്റി അവർ തന്നെ വഹിച്ചോളാമെന്നും അതിന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ അധ്യക്ഷൻ ഇങ്ങനെ എല്ലാവരും കൂടെയുള്ള അടക്കുന്ന ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയും ഉണ്ട്. ഇതിൽ തരുന്ന തികച്ചും നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കും എന്ന് തന്നെ ഉറപ്പ് തന്നതുകൊണ്ടും ഇങ്ങനെ ഒരു പ്രസ്ഥാനം സാറ് ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്നു. അവരെ എന്തായാലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും എന്നുള്ള തികച്ചും ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും ഞാൻ ഇതിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഈ വന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ടെന്ന് എൻ്റെ കർത്തവ്യം. പ്രത്യേകിച്ച് ഇന്നത്തെ ഫംഗ്ഷൻ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാ ഫംഗ്ഷനും പങ്കെടുക്കുന്ന ആശാ വർക്കേഴ്സ്, അംഗൻവാടി ടീച്ചേഴ്സ്, പിന്നെ CDSന്റെ ആൾക്കാര്, അങ്ങനെയുള്ള എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് എത്തുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങൾ വിട്ടുപോയിട്ടുള്ള എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.